തിരുവേരമംഗലത്തപ്പന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇടവമാസ ആയില്യം അതിവിശേഷകരമായി കൊണ്ടാടി. ഭഗവാൻ സുഷുപ്തിക്ക് ശേഷമുള്ള ആദ്യത്തെ ആയില്യം എന്ന പ്രത്യേകത ഇടവമാസത്തിലെ ആയില്യത്തിനുണ്ട്. സിനിമാ താരങ്ങളും അതോടൊപ്പം വമ്പിച്ച ഭക്തജന സമൂഹവും ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്തപ്പന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്ത് ഇടവമാസായില്യത്തിന് ഹരിദ്രഹോമം അതിവിശേഷകരമായി കൊണ്ടാടി. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത അതിവിശേഷകരമായ പൂജാ സംവിധാനമാണ് ഇവിടെ 5 നാഗദേവതകളുടെ തിരുസന്നിധിയിൽ ഡോക്ടർ KV സുഭാഷ് തന്ത്രി ഗുരുനാഥന്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെട്ടത്. ഭഗവാൻ സുഷുപ്തിക്ക് ശേഷമുള്ള ആദ്യത്തെ ആയില്യം എന്ന പ്രത്യേകത കൂടി ഇടവമാസത്തിലെ ആയില്യത്തിനുണ്ട്. സിനിമാ താരങ്ങളും അതോടൊപ്പം വമ്പിച്ച ഭക്തജന സമൂഹവും എല്ലാ ചടങ്ങിലും പങ്കെടുത്തു. വളരെ വ്യത്യസ്തമായ പൂജാ സംവിധാനങ്ങളും ധൂമനിവേദ്യവുമെല്ലാം കണ്ട് അതിലെ വ്യത്യസ്തതയെല്ലാം മനസ്സിലാവുകയും ഭഗവാന്മാരുടെ അത്ഭുത ശക്തിയിൽ അവരെല്ലാം വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം ഗുരുനാഥന്റെ നേതൃത്വത്തിൽ നടന്ന ഭക്തജന ആലാപനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും അതോടൊപ്പം മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും ഡോക്ടർ KV സുഭാഷ് തന്ത്രി ഗുരുനാഥനും SDS ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു. ആയില്യത്തിനോടനുബന്ധിച്ച് മറ്റുള്ള 27 ക്ഷേത്രങ്ങളിലും ദേവതകളുടെ എഴുന്നള്ളിപ്പും അഭിഷേകങ്ങളും നിവേദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിവിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണത്തെ ആയില്യ മഹോത്സവത്തിന് സമാപനമായത്. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.